ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നൂടെ ഈ പുരുഷന്മാർക്ക്? ഇവർക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നവരുടെ സംവരണം എന്തിനാണ് ഒഴിവാക്കി വിടുന്നത്? സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻസിൽ. അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ പുരുഷന്മാർ ചോദിക്കുന്ന ചോദ്യത്തിൽ കാര്യമുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല എന്നുള്ള ചോദ്യത്തിൽ കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ KSRTCക്ക് എന്ത് വരുമാനമാണുള്ളത്? അവരിലേക്ക് ഇതെത്താതെ എന്തുകൊണ്ട് സ്ത്രീകളിലേക്ക് മാത്രം എന്നുള്ളത് ഒരു സംശയമാണ്. അപ്പൊ സ്ത്രീകൾക്കല്ലേ ശരിക്കും ഈ ഒരു സാധനം വേണ്ടത്? ഇവിടെയുള്ള സ്ത്രീ വിരോധികളൊക്കെ ഒന്നടങ്കം ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കാണണമെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് നിറയെ സ്ത്രീകളെ തെറി വിളിച്ചും ചീത്ത വിളിച്ചിട്ടൊക്കെ കാണുന്നത്. മെൻസ് അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കണം, പക്ഷേ അത് സ്ത്രീകളുടെ നീതി ലംഘിച്ചുകൊണ്ടാവരുത്. നാളെ മുതൽ കേരളത്തിൽ KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ആരംഭിക്കുകയാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് മാധ്യമങ്ങളിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വേറൊരു ആംഗിൾ ഉണ്ട്. ഇതിനെതിരെയായിട്ട് ഇപ്പം പുരുഷന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെൻസ് അസോസിയേഷൻ പോലെയുള്ള കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ രംഗത്തെത്തി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം, എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിലുള്ള പല ചർച്ചകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ജസ്മിക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സൗജന്യ യാത്ര കൊടുക്കുന്നതിൽ ജസ്മിക്ക് വല്ല വിയോജിപ്പുകളോ കാര്യങ്ങളോ ഉണ്ടോ? എന്തുകൊണ്ട് പുരുഷന്മാർക്ക് കൊടുക്കുന്നില്ല? അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് എത്തിയപ്പോൾ തന്നെ അങ്ങനെ ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളത്. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സർക്കാർ, ഇതിനു മുമ്പ് വന്ന സർക്കാരുകളും ഇതേ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ യാത്ര മധ്യേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. മേ ബി അതൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണോ ഇത്തരം ഇതിനുള്ള അവകാശം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്കില്ല എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, ചിന്തിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഞാനും അത് തുടക്കത്തിൽ ചിന്തിക്കണ്ടായി, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം, പുരുഷന്മാർക്ക് എന്താ ഇല്ലാത്തത്, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് അർഹരായവർ, സ്ത്രീകൾ അർഹരല്ല എന്നല്ല, പക്ഷെ അർഹരായവർ വേറെയും സമൂഹത്തിലുണ്ട്. ഇപ്പം നമുക്കറിയാം ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, വയോജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരിലേക്ക് ഇതെത്താതെ എന്തുകൊണ്ട് സ്ത്രീകളിലേക്ക് മാത്രം എന്നുള്ളത് ഒരു സംശയമുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വയോധികരാണെങ്കിലും ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും സ്ത്രീകളും ഇക്കൂട്ടത്തിൽ സംവരണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്കറിയാം സ്ത്രീകൾ എത്രത്തോളം ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലും കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സൗജന്യ യാത്ര, ഇപ്പം സെപ്പറേറ്റ് ബസ്സാണ് അവർക്ക് വരാൻ പോകുന്നത്. പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി പ്രകാരം സെപ്പറേറ്റ് ബസ് വരുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയില്ലേ? പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഏറ്റവും കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ ഉള്ളത് പുരുഷന്മാർക്കാണ്. അപ്പോൾ ആ പുരുഷന്മാർക്കാണ് കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ, സ്ത്രീകളാണ് കൂടുതലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്കല്ലേ ശരിക്കും ഈ ഒരു സാധനം വേണ്ടത്? സ്ത്രീകൾക്ക് വേണ്ട എന്നുള്ള അങ്ങനെ ഒരു ആർഗ്യുമെന്റും കാര്യങ്ങളൊന്നുമില്ല. സ്ത്രീകൾക്ക് വേണം, പക്ഷേ അർഹരായവർ വേറെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷനിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെന്ന്. പുരുഷന്മാരും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ കുറവല്ലേ? അതെ, വളരെ കുറവാണ്. അറിയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അതായത് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് കുറവായിരിക്കും എന്നുള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻസിൽ. അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ പുരുഷന്മാർ ചോദിക്കുന്ന ചോദ്യത്തിൽ കാര്യമുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല എന്നുള്ള ചോദ്യത്തിൽ കാര്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ KSRTCക്ക് എന്ത് വരുമാനമാണുള്ളത്? ഇനി അങ്ങോട്ട് അപ്പോൾ KSRTCയിലേക്ക് എന്ത് വരുമാനമായിരിക്കും? ഇപ്പൊ നമുക്കറിയാം KSRTC അനുഭവിക്കുന്ന. പക്ഷെ വെയിറ്റ് ആൻഡ് സീ, നാളെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരൊരു 100 ദിവസത്തെ ട്രയൽ പീരീഡ് ചോദിച്ചിട്ടുണ്ട്. ആ 100 ദിവസത്തെ ട്രയൽ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനൊരു ഈ 100 ദിവസത്തെ ട്രയൽ പീരീഡ് എന്ന് പറഞ്ഞത്, ഇത് 100 ദിവസം ഓടും എന്നുള്ളത് സംശയമാണ്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. 100 ദിവസം ഓടുന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇത് ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായത്, ഓക്കെ നാളെ മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അത് എല്ലാ ബസ്സുകളിലും ഇല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആകെ എണ്ണിപ്പെറുക്കി 2-3 ബസ്സുകളിൽ ഇത് ഉള്ളൂ. 2-3 7 കാറ്റഗറിയിലാണ് നിലവിൽ ഇപ്പം പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. പക്ഷെ 7 കാറ്റഗറിയിലും സുലഭമായിട്ട് ബസ്സുകൾ ഇല്ല എന്നുള്ളത് ഇതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പല ജില്ലകളും കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബസ്സുകൾ വരുന്നത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് വരുന്നത് മലപ്പുറം ജില്ലയിലുമാണ്. അപ്പൊ അത്
ജില്ല വൈസും അവിടുത്തെ സ്ത്രീകൾക്കും ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം ഉദ്ദേശിച്ചാണെങ്കിൽ അത് എല്ലാവർക്കും ഈക്വലി ഡിവൈഡഡ് ആയിട്ട് പോവില്ല. അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പം നാളെ ഇന്നലെ വന്ന ന്യൂസിലുണ്ടായിരുന്നതാണ് മെൻസ് അസോസിയേഷൻ നാളെ ബസ്സുകൾ തടയുമെന്നും ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തിനാണ് കേരളത്തിലെന്നല്ല, ഇപ്പം നമ്മൾ നിലവിൽ ഈ രാജ്യത്താണെങ്കിലും കൂടി ഏറ്റവും കൂടുതൽ സംവരണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നൂടെ ഈ പുരുഷന്മാർക്ക്? ഇവർക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നവരുടെ സംവരണം എന്തിനാണ് ഒഴിവാക്കി വിടുന്നത്? സംവരണം വേണ്ട എന്നുള്ള ഒരു തരത്തിലുള്ള നിലപാട് ജസ്മിക്കുണ്ടോ? സംവരണം വേണ്ട എന്നുള്ളതല്ല, പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ കാര്യമുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, സമൂഹത്തില് ഈക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ് നമ്മൾ ചുറ്റും കാണുന്നത്. എന്തിനും ഏതിനും ജെൻഡർ ഈക്വാലിറ്റി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ചുറ്റുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കേരളത്തിലെ പുതിയ സർക്കാർ വരുന്ന സമയത്ത് അവരെടുക്കുന്ന ആദ്യത്തെ കുറച്ച് തീരുമാനങ്ങളിൽ അവർ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യമാണിത്. അത് അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പറഞ്ഞിരുന്ന കാര്യമാണ്. ശരി, അപ്പോൾ ഇത്തരം ഒരു കാര്യം കൊണ്ടുവരുന്ന സമയത്ത് അത് ഈ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരത് ചിന്തിക്കേണ്ട കാര്യമില്ലേ? അതായത് സ്ത്രീകൾക്ക് മാത്രം, പുരുഷന്മാർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഒരു അസഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു പോകണ്ടേ? ഇതാണ് ജസ്മി കോട്ട് ചെയ്ത പോലെ ഒരേ ഒരു കാര്യമാണ്, പുരുഷന്മാർക്കുള്ള അസഹിഷ്ണുതയാണ് നാളെ അവർ പ്രതിരോധമായിട്ട് തീർക്കാൻ പോകുന്നത്. സ്ത്രീകളെക്കാളും കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത് പുരുഷന്മാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സൗജന്യ യാത്രകളും മറ്റു ആനുകൂല്യങ്ങളും കൊണ്ടുവരുന്ന സമയത്ത് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ കിട്ടും. അതിലൂടെ ഒരുപാട് സ്ത്രീകൾ രംഗത്തേക്ക് വരും. ഇതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് വേറെ ഉണ്ട്. പോസിറ്റീവ് സൈഡുകൾ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇങ്ങനൊരു ഇപ്പൊ കണ്ടില്ലേ, ഇങ്ങനൊരു പ്രസ്താവന പുറത്തിറക്കിയ സമയത്ത് തന്നെ ഇവിടെയുള്ള സ്ത്രീ വിരോധികളൊക്കെ ഒന്നടങ്കം ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കാണണമെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് നിറയെ സ്ത്രീകളെ തെറി വിളിച്ചും ചീത്ത വിളിച്ചിട്ടൊക്കെ കാണുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ചെയ്യുന്നത് ഇപ്പൊ സ്ത്രീ വിരുദ്ധതയായിട്ട് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോ ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങളും തുടക്കത്തില് ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിരോധങ്ങളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പലതും പിന്നീട് അത് ജയിച്ചു കയറി വന്നിട്ടുള്ളത്. അപ്പൊ നാളെ കഴിഞ്ഞിട്ട് ഇതിനെന്തായിരിക്കും അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഏറ്റവും നല്ല പോസിറ്റീവ് സൈഡോ അല്ലെങ്കിൽ നല്ല റിസൾട്ടോ വരട്ടെ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. മെൻസ് അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കണം. പക്ഷേ അത് സ്ത്രീകളുടെ നീതി ലംഘിച്ചുകൊണ്ടാവരുത്. ഇപ്പൊ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെച്ചൊരു മുന്നോട്ടേക്ക് കയറാനുള്ള ഓരോ സംവരണം ചെയ്തിട്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഇക്വാലിറ്റിയിലേക്ക് എത്തുന്നത്. ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സമൂഹത്തിൽ ഇപ്പോഴും പാട്രിയാർക്കി നിലനിന്ന് പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പൊ സ്ത്രീകൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വരട്ടെ. അതിങ്ങനെ സ്ത്രീകളുടെ ഇതുപോലെ കിട്ടുന്ന സംഭവങ്ങൾ തടഞ്ഞുകൊണ്ട് പുരുഷന്മാർ മുന്നോട്ടേക്ക് വരണമെന്ന് എനിക്ക് യോജിപ്പില്ല. തടയണം എന്നുള്ളതല്ല നമ്മൾ ആരും അത് ആഗ്രഹിക്കുന്നില്ല. അതായത് ഇതിനൊരു തടയിടണമെന്നോ അല്ലെങ്കിൽ ലംഘിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സംവരണങ്ങൾ വേണ്ടാന്ന് വെക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഒരു ഇത് ലംഘിക്കണമെന്നോ എന്നൊന്നുമല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഞാൻ നേരത്തെയും അത് തന്നെയാണ് ഞാനത് കോട്ട് ചെയ്ത് പറഞ്ഞത്, ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ പുരുഷന്മാരെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കാര്യത്തിൽ റിസർവേഷൻ കൊണ്ടുവരുമ്പോൾ അത് പുരുഷന്മാർക്കും കൂടി എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യമായിരിക്കണം എന്നുള്ളത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളാണ് സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഇതിനെക്കുറിച്ച് ഈക്വാലിറ്റിയെക്കുറിച്ചിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങളിലേക്കും ഇക്വാലിറ്റി നന്നായിട്ട് എല്ലാ പദ്ധതികളിലും ഇക്വാലിറ്റി ബാധിക്കണം എന്നുള്ളത് എനിക്ക് അത്യാവശ്യം ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.